ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നമ്മൾ കൈത്താക്കാലത്തിൻ്റെ 5-ാമത്തെ ഞായറാഴ്ചയിലേക്ക് കടന്നിരിക്കുകയാണ്. ഇന്ന് സഭാമാതാവ് നമുക്ക് മുന്നിൽ നിരത്തുന്ന വായനകളെല്ലാം ഒന്നെടുത്തു നോക്കിയാൽ 2 തീമിൽ നമുക്കിതിങ്ങനെ സംഗ്രഹിക്കാനായിട്ട് സാധിക്കും. തിന്മ, അതിന് മേൽ നന്മയുടെ വിജയം. ആദ്യത്തെ വായനയിൽ ലേവ്യരുടെ പുസ്തകത്തിൽ നമ്മൾ വായിക്കുക പാപപരിഹാര ദിനത്തെക്കുറിച്ചാണ്. പാപപരിഹാര ദിനത്തിൽ എന്തൊക്കെ ചെയ്യണമെന്ന് അഹറോനോട് യാഹ്വേ നിർദ്ദേശിക്കുന്ന സന്ദർഭമാണ് നമ്മൾ വായിക്കുക. 2-ാമത്തെ വായനയിൽ ഏശയ്യായുടെ പുസ്തകത്തിൽ നമ്മൾ വായിക്കുക ബാബിലോണിൻ്റെ പതനമാണ്. ബാബിലോണിൻ്റെ പതനത്തിന് കാരണമായ കാര്യങ്ങൾ വിവരിക്കുന്നതാണ് വായന. അതിൻ്റെ അവസാനത്തിൽ ഇങ്ങനെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സെൻറ്റൻസ് പറയുന്നുണ്ട്: നീ ദൈവത്തെക്കാൾ വലിയവനാകാൻ മോഹിച്ചു, നിന്റെ പതനം പാതാളത്തെക്കാൾ താഴെയായിരുന്നു എന്നുള്ളത്. 3-ാമത്തെ വായനയിൽ യൂദയായുടെ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് തിന്മകളെ തിരിച്ചറിയുക, അതിനെ ഒഴിവാക്കുക, അതിനെ ഉപേക്ഷിക്കുക. നമ്മൾ ഇന്നത്തെ സുവിശേഷ ഭാഗത്തിലേക്ക് വരികയാണെങ്കിൽ അതിനെ ഒന്ന് സംഗ്രഹിക്കാൻ പറഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ സാധിക്കും. ഈശോ കാരുണ്യപ്രവൃത്തികൾ ചെയ്യുന്നു, അതേ തുടർന്ന് യഹൂദര് ഒരുപാട് എതിരെ പറയുന്നു, അവനെ തളർത്താൻ ശ്രമിക്കുന്നു, അവൻ പതറാനായിട്ടുള്ള വഴികളെല്ലാം അവർ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ഈശോ തളരുന്നില്ല, മുന്നോട്ട് തന്നെ പോകുന്നു, കാരുണ്യപ്രവൃത്തികൾ തുടരുന്നു. ജെറൂസലേമിലേക്കുള്ള യാത്രയിൽ അവൻ തുടർന്നുകൊണ്ടേ പോകുന്നു. നമ്മുടെ ജീവിതത്തിലേക്കൊന്നും തിരിച്ചു വരാം. നമ്മൾ ചെയ്യുന്ന കാരുണ്യപ്രവൃത്തികൾ കാണുമ്പോൾ കുറേ പേര് നമുക്ക് എതിരെ പറയാനും നമുക്ക് വിരോധമായി നിൽക്കാനുമൊക്കെ ഒത്തിരി പേരുണ്ടാവുന്നു. പക്ഷേ നമ്മൾ നമ്മുടെ കാരുണ്യപ്രവൃത്തികളും മറ്റുള്ളവർക്ക് കൊടുക്കുന്ന സഹായങ്ങളും ചെയ്തുകൊണ്ടേയിരിക്കുക. ഈശോയെ പോലെ കാരുണ്യപ്രവൃത്തികൾ ചെയ്ത് ചുറ്റി നടക്കാൻ നമുക്ക് സാധിക്കട്ടെ എന്നുള്ളതാണ്. ആരോപണങ്ങൾ ശരങ്ങൾ പോലെ നിന്നെ വേട്ടയാടും, പക്ഷേ ആരോപണങ്ങളെ അതിജീവിക്കാൻ നമുക്ക് സാധിക്കട്ടെ എന്നുള്ളതാണ് പ്രാർത്ഥന. 2-ാമതായിട്ട് നമ്മൾ സുവിശേഷത്തിൽ കാണുന്ന ഒരു കാര്യമാണ് ഡിവൈഡ് ആൻഡ് റൂൾ. പൊളിറ്റിക്സിൽ മുമ്പേ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു തന്ത്രമാണത്, ഭിന്നിപ്പിച്ച് ഭരിക്കുക എന്നുള്ളത്. 1857 ബ്രിട്ടീഷുകാർ ഇന്ത്യക്കെതിരെ ചെയ്ത ഒരു സിമ്പിൾ സൂത്രമാണ്. അതായത് ഭിന്നിപ്പിച്ച്, ഹിന്ദുക്കളെയും മുസ്ലിമുകളെയും തമ്മിൽ ഭിന്നിപ്പിച്ച് നമ്മളെ വിഭജിച്ച് ഭരിക്കുക എന്നുള്ളത്. അതിലവർ വിജയം കാണുകയും ചെയ്തു. ഇന്നും അതിൻ്റെ ബാക്കി പത്രങ്ങൾ നമ്മുടെ ചുറ്റുവട്ടത്തൊക്കെ നമ്മൾ കാണുന്നുണ്ട്. എവിടെയാണോ ഭിന്നിപ്പുള്ളത്, എവിടെയാണോ വിഭജനമുള്ളത്, അവർ ഒത്തുചേരില്ല എന്നുള്ളതാണ്. നമ്മൾ സുവിശേഷത്തിൽ തന്നെ കാണുന്നുണ്ട്. ഈശോ ഇങ്ങനെ പറയുന്ന ഒരു ഭാഗമുണ്ട്. 5 അപ്പം കൊണ്ട് 5000 പേരെ പോറ്റുന്ന ഒരു സമയത്ത് ശിഷ്യന്മാർ ഈശോയോട് ഇങ്ങനെ പറയും, നമ്മുടെ കയ്യിൽ ഒന്നുമില്ല, ഇവരെ പിരിച്ചുവിട്, എന്നിട്ട് നമുക്ക് നമ്മുടേതായ ലോകത്തിലേക്ക് ചുരുങ്ങാമെന്ന്. അപ്പം ഈശോ പറയുന്ന ഒരു കാര്യമുണ്ട്, ഇങ്ങനെ പിരിച്ചുവിടാതെയും ഭിന്നിപ്പിച്ചു വിടാതെയും അവരെ കൂട്ടിയിരുത്തി നിങ്ങൾ അവർക്ക് ആവശ്യമുള്ളത് കൊടുക്കുക എന്നുള്ളതാണ്. ഈശോ ആഗ്രഹിക്കുന്നതും ഇങ്ങനെ ഭിന്നിപ്പിക്കാനല്ല, വിഭജിക്കാനല്ല, ഇങ്ങനെ ഒത്തുകൂട്ടാനാണ്, ഒരുമിച്ച് കൂട്ടാനാണ്. നമുക്ക് ഇന്നത്തെ സിറ്റുവേഷനിലൊന്ന് ചിന്തിക്കാം. പലപ്പോഴും നമുക്കിങ്ങനെ കുറേ ലിറ്റർജിയുടെ പേരിലും കുറേ മറ്റു കാര്യങ്ങളിലൊക്കെ നമ്മളിങ്ങനെ ഭിന്നിച്ച് കഴിയുന്നൊരു സമയമുണ്ട്. നമുക്ക് ഇങ്ങനെ ആത്മശോധന ചെയ്യാനുള്ളൊരു സമയമാണ്. ഭിന്നിപ്പിക്കണോ, വിഭജിക്കണോ, അതോ നമ്മളിങ്ങനെ ഒത്തുചേർന്ന് പോകണോ എന്നുള്ളതൊക്കെ. 3-ാമതായിട്ട് ഇന്നത്തെ സുവിശേഷം നമുക്ക് മുന്നിൽ വെക്കുന്ന ഒരു കാര്യം കൂടിയും പറഞ്ഞ് ഈ വചന സന്ദേശം ചുരുക്കാമെന്ന് വിചാരിക്കുന്നു. അശുദ്ധാത്മാക്കളുടെ തിരിച്ചുവരവെന്നാണ് അതിൻ്റെ ഹെഡ്ലൈനായിട്ട് പറയുന്നത്. ഈശോ അശുദ്ധാത്മാക്കളെ ഒഴിവാക്കുന്നു, എന്നിട്ട് അത് കഴിഞ്ഞ് ഈശോ പറയുന്നൊരു കാര്യമുണ്ട്, അവനിങ്ങനെ അലഞ്ഞു നടക്കും, എന്നിട്ട് അതിൽ കൂടുതൽ അശുദ്ധാത്മാക്കളെ കൂട്ടി നിന്റെ ഗേഹത്തിൽ വന്ന് വസിക്കുമെന്നുള്ളത്. പലപ്പോഴും നമ്മൾ കുറേ ബാഡ് ഹാബിറ്റ്സ്, നമ്മുടെ ദുശീലങ്ങളൊക്കെ ഒഴിവാക്കാനായിട്ട് നമ്മൾ പലപ്പോഴും കുറേ സ്റ്റെപ്പുകളൊക്കെ എടുക്കുന്ന ആൾക്കാരാണ്. നമ്മളിങ്ങനെ ഒന്ന് ഒഴിവാക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്, അത് കഴിഞ്ഞ് 2-ാമത് ഒഴിവാക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്, പക്ഷെ അത് പോകുന്നില്ല. ഇങ്ങനെ നമ്മളിങ്ങനെ വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ്. ഈശോ പറയാതെ പറയുന്നൊരു കാര്യമുണ്ട്, നീ ഒഴിവാക്കുന്ന കാര്യങ്ങളിൽ ഈശോയെ നിറച്ചു കഴിഞ്ഞാൽ നിനക്ക് അവിടെ വിജയം കാണാമെന്നുള്ളതാണ്. അശുദ്ധാത്മാക്കളെ ഒഴിവാക്കി അവിടെ ഈശോയെ നമുക്ക് വാസമുറപ്പിക്കാനായിട്ട് സാധിക്കണം. അങ്ങനെ ആയാലേ നമുക്ക് മറ്റുള്ളവർക്ക് ഈശോയെ കൊടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. കാരണം
നമുക്കുള്ളത് എന്തോ അതാണ് മറ്റുള്ളവർക്ക് കൊടുക്കാനായിട്ട് നമുക്ക് സാധിക്കുക. നമ്മൾ പല ദുശീലങ്ങളും മറ്റ് കാര്യങ്ങളൊക്കെ ഒഴിവാക്കുമ്പോൾ അവിടെയെല്ലാം ഈശോയെ നിറയ്ക്കാനും ഈശോയുടെ പുണ്യം കൊണ്ട് നമ്മളെ നിറയ്ക്കാനും ഒക്കെ ആയിട്ട് നമ്മൾ പരിശ്രമിക്കണം. എങ്കിലേ മറ്റുള്ളവർക്ക് നമ്മിൽ ഈശോയെ കാണാനും അതോടൊപ്പം തന്നെ നമ്മുടെ പ്രവൃത്തികളിൽ ഈശോ പ്രതിഫലിക്കാനും ഒക്കെ കാരണമാവുകയുള്ളൂ. ഇന്നത്തെ സുവിശേഷം നമ്മളിങ്ങനെ വെല്ലുവിളിക്കുകയാണ്. 3 കാര്യങ്ങളിലാണ് ഇന്ന് നമ്മൾ കണ്ടതും വെല്ലുവിളി ഏറ്റെടുക്കേണ്ടതുമായിട്ടുള്ളത്. ആദ്യമായിട്ട് കാരുണ്യ പ്രവൃത്തികൾ ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കുക. ആരോപണങ്ങൾ നിങ്ങളുടെ പിന്നാലെ ഉണ്ടാവും, എതിരഭിപ്രായങ്ങൾ ഉണ്ടാവും, വിരോധങ്ങൾ ഉണ്ടാകും, എതിർപ്പുകൾ ഉണ്ടാവും. പക്ഷേ ഈശോയുടെ പോലെ ഇങ്ങനെ മുന്നോട്ട് പോകാനും കാരുണ്യ പ്രവൃത്തികൾ ചെയ്തുകൊണ്ട് പോകാനും ചുറ്റി നടക്കാനും നമുക്ക് സാധിക്കുമെങ്കിൽ നമുക്ക് നല്ലൊരു ജീവിതം കെട്ടിപ്പടുക്കാനായിട്ട് സാധിക്കുമെന്നുള്ളതാണ് ആദ്യത്തെ വിചാരം. രണ്ടാമത്തെ വിചാരം എന്ന് പറയുന്നത് ഇങ്ങനെ ഡിവൈഡ് ആൻഡ് റൂൾ എന്നാണ്. അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ ഇങ്ങനെ ഒത്തുകൂടാനായിട്ട് നമുക്ക് സാധിക്കണം. ഏതെങ്കിലും ഒരു പോയിന്റിൽ നമ്മൾ ഒത്തുകൂടുന്നുണ്ടെങ്കിൽ അത് ഈശോയുടെ നാമത്തിലാവട്ടെ എന്നുള്ളതാണ് പ്രാർത്ഥന. മൂന്നാമതായിട്ട് ഇങ്ങനെ പറയാൻ ഉദ്ദേശിക്കുന്നത് ഈശോയെ കൊണ്ട് നിറയ്ക്കുക എന്നുള്ളതാണ്. പലപ്പോഴും അശുദ്ധാത്മാക്കളെ ഇങ്ങനെ പുറത്താക്കി, ദുശീലങ്ങളെ ഇങ്ങനെ പുറത്താക്കി നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ആ സ്പേസിലൊക്കെ നമ്മൾ ഈശോയെ നിറയ്ക്കണം എന്നുള്ളതാണ്. ഈശോയെ നിറച്ചാൽ മാത്രമാണ് നമുക്ക് ഈശോയെ മറ്റുള്ളവർക്ക് കൊടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇന്നത്തെ വായനകളെല്ലാം നമ്മളോട് പറയുന്ന ഈ തിന്മയെ ജയിക്കാനുള്ള ഒരു വലിയ വ്യഗ്രത നമ്മൾ കാണിക്കേണ്ടതുണ്ട്. അതിനായിട്ട് ഈശോ നമ്മളെ അനുഗ്രഹിക്കട്ടെ എന്നുള്ളതാണ് പ്രാർത്ഥന. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.